ഈ ഒരു വാക്സ് ക്രയോൺ വാങ്ങി വെച്ചിട്ട് കുറേ നാളായെങ്കിലും കളറിംഗ് ബുക്കിൽ കളർ ചെയ്യാമെന്നല്ലാതെ ഞാൻ വേറെ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം, എന്നാലേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു ഭാഗത്ത് വിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് സാധാരണ ക്രയോൺ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഇത് മൊത്തം ബ്ലൂ അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ മേളിൽ കൂടെ ചില്ലകളും ആകാശമൊക്കെ വരയ്ക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. ആ ഒരു ക്രയോൺ കറക്റ്റ് തെളിഞ്ഞ് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ഥലം വിട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ ഞാൻ ക്രയോൺ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് പെന്നും സ്കെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സ്കെച്ച് യൂസ് ചെയ്തേക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അതിൻ്റെ ആ ഇലകളില്ലേ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ക്രയോൺ മാത്രമായി കഴിഞ്ഞപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാത്ത പോലെ തോന്നി, അതാണ് സ്കെച്ച് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ക്രയോൺ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല രീതിക്ക് വരുമെന്ന്. പക്ഷെ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല രീതിക്ക് അത് വന്നിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യണതിൻ്റെ അടിയിൽ പേപ്പർ വെച്ചില്ലേ അത് കറക്റ്റ് പ്രിൻറ്റ് ചെയ്ത് ബാക്കിൽ വന്നേക്കണു. നമ്മൾ വാക്സ് ക്രയോൺ യൂസ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ വന്നേക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുമായിരിക്കും. ബൈ.